പ്രസാദ് കൂടി ചേരുന്നുണ്ട്. പ്രസാദ്, രാവിലെ മുതൽ കുട്ടിയെ കാണാനില്ല. പ്രദേശവാസികൾ നേരത്തെ അശ്വിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അവർ പോലീസ് രാവിലെ മുതൽ തന്നെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ കുട്ടിയെക്കുറിച്ച് ഒരു തുമ്പും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അവർ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്, അതിലും കുട്ടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഈ കുട്ടിക്ക് അസമീസ് ഭാഷ മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ ദൂരേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന് പോലീസിനോട് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ല എന്നാണ് പോലീസ് പറയുന്നത്. ആ പ്രദേശത്ത് നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രസാദ്? റോഷ്നി, നിലവിൽ പോലീസിനെ സംബന്ധിച്ച് ഒരു ഐഡിയയും ഇല്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പ് കമ്മീഷണർ സ്പർജൻ കുമാറിനോട് സംസാരിച്ചിരുന്നു. ആ കമ്മീഷണർ പറയുന്നത് പരമാവധി ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും നിലവിലുള്ള പരിശോധനയിൽ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. പരമാവധി CCTVകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമ്പോഴും എവിടേക്കാണ്, ഏത് ഭാഗത്തേക്കാണ് കുട്ടി പോയത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരവും ഇതുവരെയും പോലീസിനില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ പോകുന്ന വഴിയിലെല്ലാം പോലീസാണ്. പോലീസിന്റെ വാഹനങ്ങളാണ് ഇവിടെയെല്ലാം ഉള്ളത്. ഇവിടെയെല്ലാം പരിശോധന നടത്തുന്നു. പല ഭാഗങ്ങളിൽ നിന്ന്, പല പോലീസ് സ്റ്റേഷനുകളിൽ നിന്നെത്തിയ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധിക്കുന്നുണ്ട്. മഫ്റ്റിയിലും അല്ലാതെയും എല്ലാമായി സമീപ പ്രദേശങ്ങളിലെ വീടുകളിലും വഴികളിലും എല്ലാം പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ്. മലയാളം സംസാരിക്കാൻ അറിയാത്ത പെൺകുട്ടിയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനിയിപ്പോൾ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മൊഴികളിൽ പൊരുത്തക്കേടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്കെല്ലാം അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ CCTV പരിശോധിക്കുക, ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് പെൺകുട്ടി പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസിന്റെ പരിശോധന. സമയം 12.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. 12 മണിക്കൂറും 50 മിനിറ്റും കഴിഞ്ഞിരിക്കുന്നു പെൺകുട്ടിയെ കാണാതായിട്ട്. പെൺകുട്ടിയുടെ വീട്ടിന്റെ തൊട്ട് പുറത്തുള്ള റോഡാണിത്. ഇവിടെയുള്ള പരിസരവാസികളും അതുപോലെ തന്നെ പോലീസും മറ്റിത് അറിഞ്ഞെത്തിയവരും മാധ്യമപ്രവർത്തകരും എല്ലാമാണ് ഇവിടെ ഉള്ളത്. ഈ വീട്ടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണിവർ. നേരത്തെ വന്നിരുന്നോ ഇവർ ഇവിടെ? എത്രയായി താമസിക്കാൻ തുടങ്ങിയിട്ട്? 1 മാസമായി താമസമായിട്ട്. നിങ്ങൾ കാണാറുണ്ട് അല്ലേ? ഇവിടെ കാണാറുണ്ട്. നല്ല കുട്ടിയാണ്, നല്ല മക്കളാണ്. 3 പിള്ളേരുണ്ട്. 3 കുഞ്ഞുങ്ങളാണോ? കാലത്ത് അടിയുമ്പോഴേക്ക് കേട്ട് നമ്മളെ ശ്രദ്ധിച്ചില്ല. രാവിലെ ബഹളം ഉണ്ടായിരുന്നോ? ബഹളം ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്നുള്ള നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെ പിറകിൽ വേസ്റ്റ് ഇടാൻ എന്തോ വരും. വേസ്റ്റ് ഇടും, പറയിൽ വേസ്റ്റ് ഇടാൻ വരും. മെനങ്ങാന്ന് ഞാൻ കണ്ടത് വേസ്റ്റ് പാത്രത്തിൽ കൊണ്ടുപോയി ഇടാൻ വരണത്. 3 പെൺകുട്ടികളാണോ? 3 പെൺകുട്ടികളാണ്. മൂത്തതാണ് ഈ കൊച്ച്, രണ്ടാമത്തെ വേറൊരു കൊച്ച്, അല്ല ഇളയതൊരു കൊച്ചുണ്ട്. ഇപ്പൊ വന്നിട്ട് 1 മാസം. അങ്ങനെ മാസമായുള്ളൂ. ഇവരെന്താ ജോലി ചെയ്യുന്നത്? അവര് സ്കൂളിലാണെന്ന് തോന്നുന്നു. തോപ്പനം തള്ളി പച്ചക്കറി അങ്ങനെ ഇവിടെ സ്കൂളിൽ ജോലിക്ക് പോകും. ഇവിടെയൊക്കെ പോകുമ്പോൾ നിങ്ങൾ സംസാരിക്കാനൊക്കെ നോക്കാറുണ്ടോ? മലയാളം അറിയോ? ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഇതിലെ കൂടെ പോകുമ്പോൾ നമ്മൾ കാണും, പിന്നെ സംസാരിക്കൊന്നുമില്ല. വലിയ സങ്കടമായി അല്ലേ ഉമ്മ? സങ്കടമായി. നമുക്ക് ഉണ്ടല്ലേ ചെറുകുട്ടികൾ, അതുകൊണ്ട് നമുക്ക് വിഷമമുണ്ട്. ഇതിപ്പം എങ്ങോട്ട് പോയി എന്ന് പോലീസ് ഇപ്പോൾ CCTV ഒക്കെ നോക്കുന്നുണ്ട്, ഇവിടെ കാണുന്നുമില്ല. ഒന്നും സംഭവിക്കാതെ കിട്ടിയാൽ മതിയായിരുന്നു. അത്രയുള്ളൊരു സന്തോഷം നമുക്കും ഉണ്ട്. ഭാഷയും അറിയില്ലല്ലോ ഉമ്മ? അറിഞ്ഞുകൂടാ. ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ്. ഇവരെ സംബന്ധിച്ചും എല്ലാവരും പ്രയാസം തന്നെയാണ്. ഈ കുഞ്ഞ് എങ്ങോട്ടേക്കാണ് പോയത് എന്നത് സംബന്ധിച്ചുള്ള ഒരു ഐഡിയയും ഇല്ല. ഇവിടെ താമസിക്കുന്ന ആളാണോ? ഇല്ല. എവിടെയാണ്? കുറച്ചപ്പുറത്താണ്. ഇത് അറിഞ്ഞിട്ട് കാണാൻ വന്നത്. എല്ലാ ഭാഗത്തും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പരിശോധിക്കുന്നുണ്ട്. CCTVയിലൊന്നും കണ്ടില്ല എന്നാണ് പോലീസ് അന്ന് തന്നെ പറയണം. നമ്മൾ വാർത്ത കണ്ടിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെയാണ് വന്നത്. അതെ. റോഷ്നി കണ്ടല്ലോ അല്ലേ? ഇതുപോലെ ഒരുപാട് പേർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്ത്, ഈ പ്രദേശത്തുള്ള ആളാണോ? അപ്പുറത്താണ് താമസിക്കുന്നത്. ഇവരെ അറിയാവോ? ഇല്ല, ഇവരിപ്പോ 1 മാസമേ ആയുള്ളൂ ഇവിടെ വന്നിട്ടെന്നാണ് പറഞ്ഞത്. നമ്മള് എന്നും ഇതുവഴിയാണ് പോകുന്നത് മകളെ സ്കൂളിലാക്കാനേ. എൻ്റെ മകൾ ഇതുവഴിയാണ് പള്ളിയിലും സ്കൂളിലും ഒക്കെ ഇതുവഴിയാണ് കൊണ്ടുപോകുന്നതായിരുന്നു. അപ്പൊ ഇവരിപ്പോ അടുത്ത് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഇന്നലെയൊക്കെ പിന്നെ അയൽവാസികളൊക്കെ നല്ല അടുപ്പത്തിലുള്ളവരാണോ? എല്ലാവരും പരസ്പരം അറിയാം. അതെ. ഇവരിപ്പോ അടുത്ത് വന്നിട്ടേ ഉള്ളൂ. പക്ഷെ മകള് ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നും പോകുമ്പോ കാണും ഈ കുട്ടി സൈഡിനും ഇവിടെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇന്ന് രാവിലെ ആരും കണ്ടില്ല അല്ലേ? ഇന്ന് കണ്ടില്ല. ഇന്ന് ഞാൻ 6 മണിക്ക് കൊണ്ടുപോയി ഇതുവഴി പോയിട്ടുണ്ടായിരുന്നു മദ്രസയിലാക്കാനായിട്ട്. അവധി കൂടിയാണല്ലോ കുട്ടികൾക്ക്. അതെ. ആരും കണ്ടതായിട്ട് ഒന്നും പറഞ്ഞില്ല. ഇന്നൊന്നും പറഞ്ഞില്ല ഇതുവരെ. ഇപ്പൊ നമ്മൾ അറിഞ്ഞിട്ടാണ് ഇപ്പോഴും ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പോഴത്തേക്ക്. കുഞ്ഞിന് മലയാളം അറിയില്ലല്ലോ ചേട്ടാ? എന്ന് പറയുന്നു. സംസാരിക്കാൻ പോലീസിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു CCTVയിലൊന്നും തെളിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. മലയാളം അത്ര വശമല്ല എന്ന് പറഞ്ഞു. 1 മാസം ആവുന്നേലുള്ളൂ. അസാം ഭാഷയാണ് സംസാരിക്കുന്നത്. എങ്ങോട്ടായിരിക്കാം നിങ്ങളൊരു സംശയം എന്താണ്? ഇവിടെ ഇപ്പൊ കണിയാപുരം ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തല്ലേ. അപ്പൊ പറയാൻ പറ്റില്ല എങ്ങനെയാന്നുള്ളത്. ഈ കുട്ടി ഇന്നലെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോകുന്ന കണ്ടെന്ന് മകള് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ റെസിഡൻസിന്റെ CCTV ഒക്കെ ഉണ്ടോ? ഇവിടെ വീടുകളിലൊക്കെ ഉണ്ടോ? ഇവിടെ അടുത്ത് 1-2 ഉണ്ട്.
അതിലൊന്നും കിട്ടിയില്ല എന്നാണ് പിന്നെ അപ്പുറത്ത് അമ്പലമുണ്ട്, അവിടെയും കാണുന്നു. എങ്ങോട്ടാണ് പോയെന്നറിയില്ല. ഇതുവഴിയും പോവാം, കണിയാപുരത്ത് ഇതുവഴിയും പോവാമല്ലോ, റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. പക്ഷെ എന്തായാലും ഇതൊരു ഒരു ഒരു പ്രയാസം തന്നെയാണ് അല്ലേ? ഇതെന്താണ്? അറിഞ്ഞപ്പോഴേ ഞാൻ എന്നും പോകുന്നതല്ലേ, എൻ്റെ മകളും 2 പെൺകുട്ടികളുണ്ട്, അവർ ഇതുവഴിയാണ് പോകുന്നത്. അപ്പം അറിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് സംഭവം. ഇതാണ് റോഷ്നി, എല്ലാവർക്കും ഒരു പ്രസാദ്, നമുക്ക് ഈ സങ്കടത്തിലാണുള്ളത്. വാർത്തയിലേക്ക് തന്നെ ഇവിടെ വരാം. കുട്ടി